സൺഡേ കുളിച്ചിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. ഇന്ന് രാത്രി 7:30 ഒരു ഓപ്പൺ ലൈവ് ഉണ്ട്. ഓപ്പൺ കുളി കഴിഞ്ഞ് മക്കളെ, ഇനി ഓപ്പൺ ലൈവ് ആണ്. ഇത്രയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ടീച്ചറെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ 30 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൽമാന്യന്മാരും കാണൂ, വരുമോ, തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബന്ധുക്കളായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്ന ഒരു വീഡിയോ കാണുന്നത്. എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് കോളേജിൽ എഴുതി വെച്ച് പൊട്ടിക്കരഞ്ഞ അധ്യാപിക. ഇതായിരുന്നു ആ ഒരു വീഡിയോയുടെ തംബ്നെയിൽ. ഇവിടെ അധ്യാപികക്കെതിരെ അവർ പഠിപ്പിക്കുന്ന കോളേജിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണമെന്ന് ഓർത്താണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത്. ശ്രീലു എന്നാണ് ഈ അധ്യാപികയുടെ പേര്. കണ്ണൂരുള്ള കോളേജിലെ ഒരു അധ്യാപികയാണ്. ഇവർക്ക് ഇവരുടെ കോളേജിലെ മറ്റൊരു അധ്യാപകനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് രാത്രി ഷീലുവിന്റെ യൂട്യൂബ് ചാനലിൽ അവളുടെ നഗ്ന വീഡിയോ ഉണ്ടായിരിക്കും എന്ന് ശ്രീനു പഠിപ്പിക്കുന്ന കോളേജിന് മുന്നിലെ ചുമരിൽ എഴുതി വെച്ചു. ഈ പറയപ്പെടുന്ന അധ്യാപകൻ എഴുതി വെച്ചു, ഇതാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. അങ്ങനെ ശ്രീനു അധ്യാപകനെതിരെ പ്രിൻസിപ്പാളിനും പോലീസിനും ഒക്കെ കംപ്ലൈന്റ് കൊടുത്ത്. പക്ഷെ എവിടെ നിന്നും നമ്മുടെ ശ്രീനുവിന് നീതി കിട്ടിയില്ല. മാത്രവുമല്ല, ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകനെ കോളേജ് സംരക്ഷിക്കുകയും ചെയ്ത്. എന്തായാലും ഒടുവിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ വന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ശ്രീനുവിനെ കണ്ണൂരുള്ള കോളേജിൽ നിന്നും കോഴിക്കോടുള്ള കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിനെതിരായുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന സമയത്താണ് ശ്രീനുവിനെ പിടിച്ച് മറുനാടൻ ഇന്റർവ്യൂ എടുക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പം കോളേജ് അധ്യാപികയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി സംസാരിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. എന്നിട്ട് ചുമ്മാ ആ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കി. കമന്റ് ബോക്സ് ഫുള്ള് സർക്കാരിനെതിരാണ്. കണ്ണൂരാണ് സംഭവം നടക്കുന്നത്. ഈ ഒരു അധ്യാപകൻ CPM കാരനാകാം, അതുകൊണ്ടായിരിക്കും അയാളെ സംരക്ഷിക്കുന്നത്. ടീച്ചർ വേണമെങ്കിൽ ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്തോ, എന്നാൽ മാത്രമേ ടീച്ചറിന് നീതി ലഭിക്കൂ. ഇങ്ങനെ പോകുന്ന കമന്റുകൾ എനിക്കും തോന്നി, ശരിയാണല്ലോ. ടീച്ചർ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരാരോപണം ഉന്നയിച്ചിട്ടും ഈ ഒരു അധ്യാപകനെതിരെ വലിയ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ടീച്ചറെ ആണെങ്കിൽ സ്ഥലവും മാറ്റി. എന്തായാലും പാർട്ടി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ കണ്ട ഒരു കമന്റാണ്, ഇവരെ സപ്പോർട്ട് ചെയ്തോ, പക്ഷേ അതിനു മുമ്പ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പോയി നോക്കൂ, അത് നല്ലതായിരിക്കും എന്നുള്ളൊരു കമന്റ് കാണാനിടയുണ്ടായി. എന്നാ പിന്നെ ടീച്ചറുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിക്കളയാന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ലോകത്ത് എത്തിപ്പെട്ടത്. ശ്രീനു മൈ ലൈഫ് എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. യൂട്യൂബിൽ അറഞ്ചം പുറഞ്ചം സെർച്ച് ചെയ്ത് ഫൈനലി ഞാൻ ഒരു ചാനല് കണ്ടെത്തി. അതിൽ കയറി നോക്കിയപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണുന്നത് ഇവരുടെ കുളിസീനാണ്. അതും ഓപ്പൺ എയറിൽ. ചാനൽ ഫുള്ളായിട്ട് ഒരു 18+ വൈബായിരുന്നു. ഒന്നും പറയാനില്ല. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സൺഡേ കുളിച്ചിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. കുളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും. എല്ലാ ടെറസൊന്നും എല്ലാ ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോളൂ. എന്താ ഒരു ചിരിയല്ലേ. നിങ്ങളും കണ്ടോളൂ, നിങ്ങളും കണ്ടോളൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടാ തോന്നും വല്ല താജ്മഹലും കാണിക്കാനാണെന്ന്. ഈ കുളി വീഡിയോയ്ക്ക് ശേഷം നാളെയും ഇവർക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാകില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥയെ കഴിഞ്ഞിട്ടില്ല മക്കളെ. ടീച്ചർ യൂട്യൂബിൽ ഒരു കൊട്ടാരം തന്നെ പണിതിട്ടുണ്ട്. അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് രാത്രി 7:30 ഒരു ഓപ്പൺ ലൈവ് ഉണ്ട്. ലൈവ് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി 7:30 ഉണ്ട്. ലൈവ് ശ്രീലു മൈ ലൈഫിൽ ലൈവ് ഉണ്ട്. ഓപ്പൺ ലൈവ് കാണാ. ഓപ്പൺ കുളി കഴിഞ്ഞ് മക്കളെ, ഇനി ഓപ്പൺ ലൈവ് ആണ്. ഇത്രയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ടീച്ചറെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെ ആ ഒരു അധ്യാപകനെ സംശയിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു അധ്യാപകൻ ഓൾ കേരള ശ്രീനു ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ആകാനാണ് സാധ്യത. ആരാധന മൂത്ത് എഴുതിയതാകും ഈ അധ്യാപകരുടെ ഓരോരോ കാര്യം. ടീച്ചറുടെ യൂട്യൂബിലെ പെർഫോമൻസ് അല്ലേ നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇനി മറുനാടനിലെ പെർഫോമൻസ് കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്.
അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് KSRTCയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി. ഞാൻ പത്രക്കാരെ കണ്ടു. അപ്പം എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്താ കാരണം ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ മുഖം കാണിക്കണമെന്ന് ടീച്ചർ എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ടീച്ചറുടെ മുഖം ബ്ലറാക്കിയത്? ടീച്ചറിനൊന്ന് ഫേമസ് ആകാനുള്ളതായിരുന്നു. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ബാക്കി കൂടി പറഞ്ഞാട്ടെ. അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ 30 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൽമാന്യന്മാരും കാണുമോ, വരുമോ, തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബന്ധുക്കളായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ തലകൾ റോഡിൽ കിടന്ന് ഉരുളുമല്ലോ. ടീച്ചറുടെ നാട്ടുകാരും വീട്ടുകാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ടീച്ചർ രണ്ടും കൽപ്പിച്ചാണ് അടുത്ത ലൈവിൽ ആരുടെ പേരാണ് പറയുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ടീച്ചർ പറഞ്ഞത് ആരെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ചാനലാണെന്നാണ്. പക്ഷേ ചാനൽ എടുത്തു നോക്കിയാൽ ഇവരുടെ പേക്കൂത്ത് മാത്രമേ കാണാനുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. ബാക്കി കൂടി പറഞ്ഞാട്ടെ. എന്നെന്തിനാ ദ്രോഹിക്കുന്നത്? എനിക്ക് 2 മക്കളുണ്ട്. അവരെ മുന്നിൽ എനിക്ക് ജീവിക്കണ്ട? എനിക്ക് നാണുമാനില്ല. എൻ്റെ അഭിമാനത്തിന് പിന്നെ ക്ഷതമൊന്നുമില്ല. അത് തന്നെയാണ് ടീച്ചറുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരും ചോദിക്കുന്നത്. ഈ ടീച്ചറിന് നാണവും മാനവും ആത്മാഭിമാനവും ഒന്നും ഇല്ലേ എന്ന്. അജാതി പെർഫോമൻസ് അല്ലേ യൂട്യൂബിൽ കാണിക്കുന്നത്. ഓപ്പൺ കുളിസീൻ, ഓപ്പൺ ലൈവ് ഇതൊക്കെ ചെയ്യുമ്പം ടീച്ചറുടെ ആത്മാഭിമാനം റോക്കറ്റ് വിട്ടതുപോലെ കുതിച്ചുയരുമായിരിക്കും. ഒരു പ്രത്യേകതരം അഭിമാനം കൊള്ളൽ തന്നെ. ബാക്കി കൂടി കണ്ടു നോക്കാം. സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യൂ. ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു ഇരക്കൊപ്പെന്ന്. ഞാൻ ഇരയാണ്. ഞാൻ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഇര. എൻ്റെ ഒന്നുമില്ല, ഈ ബാഗ് മാത്രം. ഒറ്റയ്ക്ക് നിൽക്കുന്ന നേര അത് കൊള്ളാം. മുഖ്യമന്ത്രി ചെയ്തത് വളരെയധികം മോശമായി പോയി. ടീച്ചറും ചെറിയൊരു സെലിബ്രിറ്റി അല്ലേ, ഒന്ന് പരിഗണിക്കാമായിരുന്നു. ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാമായിരുന്നു ടീച്ചറിന്. അവർക്ക് അർഹിക്കുന്ന നീതി തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.